ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കുരുമുളകൊക്കെ പറിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതെല്ലാം പറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കരുതി ഇനി അതിനെ ഒന്ന് ഒതുക്കി നിർത്തി ബാക്കിയുള്ള ഏരിയ കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന്. കാരണം കുരുമുളക് പടർന്ന് നിന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒറ്റയടിക്ക് അങ്ങേറ്റം വരെ വൃത്തിയാക്കി എടുക്കാൻ എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഓരോരോ പാർട്ടായിട്ട് ചെയ്യാമെന്ന് ഓർത്തു. കാരണം രാവിലെ എല്ലാം ഈ ഭാഗത്ത് നല്ല വെയിലായിരിക്കും, അവിടെ നിന്ന് നമുക്ക് നിൽക്കാനേ പറ്റത്തുണ്ടാവില്ല. സോ അതും എൻ്റെ ബാക്കി വർക്കുകളും കഴിഞ്ഞിട്ട് ട്യൂഷൻ കുട്ടികൾ വരുന്നതിന് തൊട്ട് മുന്നുള്ള കുറച്ച് സമയം എനിക്ക് ഇതെല്ലാം വൃത്തിയാക്കി എടുക്കാനും വന്ന് കുളിച്ചിരിക്കാനും കിട്ടത്തുള്ളൂ. അങ്ങനെ അതേ വൈകിട്ട് ഏറ്റവും അറ്റത്തുണ്ടായിരുന്ന ഭാഗം ഞാൻ റെഡിയാക്കി എടുത്ത് കുമ്മായം എല്ലാം ഇട്ട് നനച്ചും ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വൃത്തിയാക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന മുല്ലയുടെ തൈയും ചെറിയ കൊമ്പുകളും കാര്യങ്ങളും എല്ലാം ഞാൻ അവിടെ തന്നെ ഒരറ്റത്ത് നട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന പയറിൻ്റെ വിത്ത് ഞാൻ അങ്ങ് പാകിയായിരുന്നു. നമ്മുടെ വഴുതനങ്ങ നട്ടതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് അതിനുള്ള സ്ഥലം ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഒട്ടും സ്പേസ് കളയാതുള്ള പരിപാടിയാണ് ഞാൻ നോക്കുന്നത്. ആയാലോടായാ ആണോ? ഓ, അങ്ങനെ എൻ്റെ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് ആദ്യം മിഗു എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവൻ്റെ തോക്കായിരുന്നു കേട്ടോ. ഇവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളായിട്ട് ലാസ്റ്റ് പഠിത്തം കഴിയുമ്പോൾ കളിക്കാനായിട്ട് ഇവർ കൊണ്ടുവരും. അതിൻ്റെ ഇടയ്ക്കുള്ള ബഹളമാകുമ്പോഴത്തേക്കും ഞാനതങ്ങ് വാങ്ങി വയ്ക്കും. ഇതാണ് ഇവിടെ ഉണ്ടാവാറ്. അങ്ങനെ പഠിത്തം കഴിയുന്നവർ പിന്നെ അങ്ങോട്ട് സൈക്കിൾ ഓട്ടാൻ പോകും കേട്ടോ. ഇപ്പം ആക്സിഡൻ്റ് ആയോ? ഇതാ കണ്ടില്ലേ, പിന്നെ ഇതായിരിക്കും ആ പരിസരത്തിൻ്റെ മൊത്തം അവസ്ഥ. എല്ലാവരുടെയും ട്യൂഷൻ കഴിയുമ്പോഴത്തേക്കും ഞാനും ഇറങ്ങോട്ട് ഇവരുടെ കൂടെ. പിന്നെ എൻ്റെ പണി ഇവരെ സൈക്കിൾ ഓട്ടാൻ പഠിപ്പിക്കുന്നതാണ്. അപ്പം തന്നെ ഏതെങ്കിലും ഒരെണ്ണം പുറകിലും കയറിയിരിക്കും കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ഫില്ലാക്കി എല്ലാവരും പുറകെ ഇങ്ങനെ നടക്കുകയുള്ളൂ. അങ്ങനെ പിന്നെ ഇതേ ലാസ്റ്റ് ആദ്യം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഇറങ്ങിയിട്ടോ സൈക്കിൾ കൊണ്ട്. ഇപ്പോൾ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആളാണ് സൈക്കിൾ ചവിട്ടി പോയത്. എന്നിട്ട് ആരും കണ്ടില്ലല്ലോ എന്നൊരു നോട്ടം.